ഡിയർ സ്റ്റുഡൻസ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായി ചെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ചെക്സ് ആണ്. ചെക്സ് പല തരത്തിലുള്ളതുണ്ട്. അതായത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ടറിലൂടെ ക്യാഷ് കിട്ടുന്നതുണ്ട്, നമ്മുടെ അക്കൗണ്ടിലൂടെ ക്യാഷ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് തരത്തിലുള്ള ചെക്സ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ പഠിക്കാനുള്ളതാണ് ക്രോസിംഗ് ഓഫ് ചെക്ക് എന്താണെന്നുള്ളത്. ക്രോസിംഗ് ഓഫ് ചെക്ക് അതായത് ചെക്സ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടി നമുക്ക് ATM കാർഡൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ വിഡ്രോവൽ ഫോം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ സാധാരണയായിട്ട് ചെക്ക് കൊടുക്കാറുള്ളത് മറ്റുള്ള വ്യക്തികൾക്ക് ക്യാഷ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ചെക്സ് ആക്കി കൊടുക്കും, ചെക്കിൽ എഴുതി കൊടുക്കും. അവരെന്ത് ചെയ്യും, ഈ ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മളൊരു ചെക്ക് ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ചെക്ക് കൊണ്ടുപോയി കൊടുത്ത് ഏതെങ്കിലും നമ്മൾ ഏത് ബാങ്കാണ് കൊടുത്തെങ്കിൽ ആ ബാങ്കിൻ്റെ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്താൽ ക്യാഷ് നിർദ്ദേശിച്ചിട്ടുണ്ടാവില്ലേ, ആ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് കൊടുക്കുമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓപ്പൺ ചെക്ക് എന്നാണ്. ഓപ്പൺ ചെക്ക് അതായത് അത് ക്രോസ് ചെയ്യാത്ത ചെക്കാണ്. അതിൻ്റെ ക്യാഷ് നമുക്ക് കിട്ടുന്നത് കൗണ്ടറിലൂടെയാണ്. ക്യാഷായിട്ട് തന്നെ കിട്ടും. അതാണ് എന്ത് പറയുന്നത്, ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പൺ ചെക്കിൻ്റെ പ്രശ്നം എന്താണ്? അതായത് ഇപ്പോൾ നമ്മൾ ഒരു ചെക്ക് ഒരാൾക്ക് കൊടുത്തു, അയാൾ പോകുന്ന വഴിക്ക് ആ ചെക്ക് അയാളെ കയ്യിൽ നിന്ന് മിസ്സായി, അത് വേറെ വ്യക്തിക്ക് ആ ചെക്ക് കിട്ടി, അയാൾ ബാങ്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് ആ ക്യാഷ് കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഒരു സെക്യൂരിറ്റി ഇല്ല ഇത്തരത്തിലുള്ള ചെക്കിന്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്യൂർഡ് ആക്കാൻ വേണ്ടി, സെക്യൂരിറ്റിക്ക് വേണ്ടി, സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ക്രോസിംഗ് ഓഫ് ചെക്ക് എന്നുള്ള കാര്യം. ക്രോസിംഗ് ഓഫ് ചെക്ക്, ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ചെക്കിൻ്റെ മുകളിൽ 2 വര വരയ്ക്കുകയോ ട്രാൻസ്വേഴ്സ് ആയിട്ട് 2 ലൈൻ ഇങ്ങനെ വരയ്ക്കുക ചെക്കിൻ്റെ മുകളിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഇതിങ്ങനെ ചെക്കാണെന്നുണ്ടെങ്കിൽ അതിലിവിടെ 2 ലൈന് വരയ്ക്കുക, അതിലെന്തെങ്കിലും എഴുതുക, അതല്ലെങ്കിൽ അക്കൗണ്ട് പേ എഴുതുക, നോട്ട് നെഗോഷ്യബിൾ എഴുതുക, അല്ലെങ്കിൽ കമ്പനി ആൻഡ് കമ്പനി എഴുതുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ അതിനെ തന്നെയാണ് ക്രോസിംഗ് ഓഫ് ചെക്ക് എന്ന് പറയുന്നത്. അതിങ്ങനെ വരച്ചെഴുതണമെന്നില്ല, വെറുതെ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൽ നമുക്ക് ക്യാഷ് കൗണ്ടറിലൂടെ കിട്ടൂല. അതാണ് അതിൻ്റെ പ്രത്യേകത. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൗണ്ടറിലൂടെ അല്ല കിട്ടുക, നമ്മുടെ അക്കൗണ്ട് വഴിക്കാണ് എന്ത് ചെയ്യുക, ആ ക്യാഷ് കിട്ടുക. അപ്പോൾ ഞാൻ A എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു ചെക്ക് കൊടുത്തപ്പോൾ ഞാൻ മുകളിൽ 2 വര വരച്ചു എന്ന് പറഞ്ഞാൽ ഇത് ക്രോസ് ചെയ്തു എന്നർത്ഥം. ഇനി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്, ആ പേരിലുള്ള ആളുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ ഇനി ക്യാഷ് കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് ക്രോസിംഗ് ഓഫ് ചെക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അയാളെ കയ്യിൽ നിന്ന് ആ ചെക്ക് നഷ്ടപ്പെട്ടു വിചാരിക്കുക, വേറെ ഒരാൾക്കത് കിട്ടി, അദ്ദേഹം അത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അത് അദ്ദേഹത്തിന് മാത്രമല്ലേ കിട്ടുള്ളൂ, അദ്ദേഹത്തിൻ്റെ പേരാണ് അവിടെ ഉണ്ടാവുക, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഏതെങ്കിലും ബാങ്ക് മുഖാന്തരം മാത്രമേ ഇതിന് പേയ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ആ ബാങ്കിൻ്റെ പേര് എഴുതിയിട്ട് 2 വര വരക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ആ ബാങ്കിൻ്റെ പേര് മാത്രം ഒരു ചെക്കിൻ്റെ മുകളിൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു ചെക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 2 ലൈൻ ഇങ്ങനെ വരച്ച് എഴുതുകയോ, അല്ലെങ്കിൽ വെറുതെ ബാങ്കിൻ്റെ പേര്, ഇപ്പോൾ കാനറ ബാങ്ക് ആണെങ്കിൽ കാനറ ബാങ്ക് എന്ന് എഴുതുകയും ചെയ്യുകയാണെങ്കിൽ ആ ബാങ്ക് വഴിക്ക് മാത്രമേ അതിന് പേയ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. അത്തരത്തിലുള്ള പേയിങ് ബാങ്കർക്ക് ചെക്കിൻ്റെ ഓർഡർ കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ് ശരിക്കും, ഒരു ഡയറക്ഷനാണ് ശരിക്കും ക്രോസിംഗ് ഓഫ് ചെക്ക് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാനൊരു ചെക്ക് കൊടുക്കുമ്പോൾ വേറൊരു വ്യക്തി കൊടുക്കുമ്പോൾ ഞാനാണ് എന്ത് ചെയ്യുന്നത്, ക്രോസ് ചെയ്യുന്നത്. ഞാൻ ആർക്കാണ് ഈ നിർദ്ദേശം കൊടുക്കുന്നത്, എനിക്ക് ചെക്ക് ഇഷ്യൂ ചെയ്ത ആ ബാങ്കറിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ചെക്കിൽ നിന്നും ക്യാഷ് കൊടുക്കുന്ന ബാങ്കർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറക്ഷൻ കൊടുക്കുന്നത്. ഇത് അയാൾക്ക് നേരിട്ട് ക്യാഷ് ആയിട്ടല്ല കൊടുക്കേണ്ടത്, ഇയാൾ അക്കൗണ്ടിലൂടെയാണ് ക്യാഷ് കൊടുക്കേണ്ടത്. ക്രോസ് ചെക്കാണെന്ന് ആരെ കൊടുക്കുന്ന, ഹോൾഡർ പേയിങ് ബാങ്കർക്ക്, ഏത് ബാങ്കാണോ അതിൻ്റെ എമൗണ്ട് കൊടുക്കുന്നത് ആ ബാങ്കിന് കൊടുക്കുന്ന ഒരു ഡയറക്ഷനാണ് ക്രോസിംഗ് ഓഫ് ചെക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജസ്റ്റ് എന്താണ് ക്രോസിങ്ങും അതിൻ്റെ ടൈപ്സും ഒക്കെ നോക്കാം. ചെക്സ് ആർ ഓഫ് 2 ടൈപ്സ്, നെയിംലി ഓപ്പൺ ചെക്ക് ആൻഡ് ക്രോസ്ഡ് ചെക്ക്. ചെക്സ് പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. അതിലൊന്നാമത്തതാണ് ഓപ്പൺ ചെക്ക്, മറ്റൊന്ന് ക്രോസ്ഡ് ചെക്ക്. ചെക്കിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഓപ്പൺ ചെക്കും
ക്രോസ്ഡ് ചെക്കും. എ ചെക്ക് വിതൗട്ട് ക്രോസിങ് ഈസ് കാൾഡ് ഓപ്പൺ ചെക്ക്. അതായത് ക്രോസ് ചെയ്യാത്ത, നമുക്ക് ബാങ്കിൽ നിന്ന് ഒരു ചെക്ക് തരുന്ന സമയത്ത് ആ ചെക്ക് എന്തായിരിക്കും? സാധാരണ ഓപ്പൺ ചെക്ക് ആയിരിക്കും. അത് ക്രോസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ക്രോസ് ചെയ്യാത്ത ചെക്കിനെയാണ് എന്ത് പറയാം? ഓപ്പൺ ചെക്ക് എന്ന് പറയാം. ഓപ്പൺ ചെക്ക് ആർ പേബിൾ അറ്റ് ദി കൗണ്ടർ ഓഫ് ദി ബാങ്ക് ടു എനി പേഴ്സൺ. ഏത് വ്യക്തിക്കും കൗണ്ടറിലൂടെ എന്ത് ചെയ്യും? ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതാണ് എന്ത്? ഓപ്പൺ ചെക്ക്. ആരാണോ ഇത് പ്രസന്റ് ചെയ്യുന്നത് അവർക്ക് കൗണ്ടറിലൂടെ ക്യാഷ് കൊടുക്കുന്ന ചെക്കാണ് ഏത്? ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്. Therefore, great risk is involved if such checks are false in the hands of അൺഡിസൈറബിൾ പേഴ്സൺ. അതായത് അതിൻ്റെ യഥാർത്ഥ അവകാശിക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഈ ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരും എന്ത് ചെയ്യാം? ഇത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ ക്യാഷ് വാങ്ങിക്കാം. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി ഗ്രേറ്റ് റിസ്ക് ആണ് എന്തുള്ളത്? ഇത്തരത്തിലുള്ള ഓപ്പൺ ചെക്കിനുള്ളത്. എന്നിട്ട് പറയാണ്, ഇൻ ഓർഡർ ടു അവോയ്ഡ് സച്ച് റിസ്ക്, അങ്ങനെയുള്ള റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് ടു ബിക്കം ദ ചെക്സ് മോർ സേഫ്, ചെക്കിനെ മോർ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് എ ഡിവൈസ് നോൺ ആസ് ക്രോസിംഗ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. അതിന് വേണ്ടിയിട്ടാണ് ക്രോസിംഗ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എന്താണ് ക്രോസിംഗ് നോക്കാം. ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ. ഇതൊരു ഡയറക്ഷൻ ആണ്. ആർക്കാണ്? ടു ദി പേയിങ് ബാങ്കർ. പേയിങ് ബാങ്കർക്ക് കൊടുക്കുന്ന ഒരു ഡയറക്ഷൻ ആണ്. ടു പേ ദ എമൗണ്ട് ഓഫ് ചെക്ക് ഓൺലി ടു എ ബാങ്കർ ആൻഡ് നോട്ട് ഡയറക്ട്ലി ടു എ പേഴ്സൺ ഹു പ്രസന്റ് ഇറ്റ് അറ്റ് ദി കൗണ്ടർ. അതായത് ആരാണോ ഇത് കൗണ്ടറിൽ കൊടുന്നു തരുന്നത് അവർക്കല്ല പേയ്മെന്റ് നടത്തേണ്ടത്. ആർക്കാണ് നടത്തേണ്ടത്? ആ ബാങ്കർക്കാണ് എന്ത് ചെയ്യേണ്ടത്? അതിന്റെ പേയ്മെന്റ് നടത്തേണ്ടത്. ആ ബാങ്കർ മുഖാന്തരം എന്ത് ചെയ്യും? അതിന്റെ യഥാർത്ഥ അവകാശിയുടെ അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുക? പൈസ ക്രെഡിറ്റ് ചെയ്യുക. അതല്ലാതെ എന്ത് ചെയ്യില്ല. ആരാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അവർക്ക് ഇതിൽ നിന്നും ക്യാഷ് കിട്ടൂല. ഒരു ക്രോസ്ഡ് ചെക്കിൽ നിന്നും ക്യാഷ് കിട്ടൂല. നോക്കുക, ക്രോസിംഗ് ഓഫ് ചെക്ക് മീൻസ് ഡ്രോയിങ് അക്രോസ് ദി ഫേസ് ഓഫ് ദി ചെക്ക് ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് with or without the words and company. Crossing can be hand written or stamped. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെക്കിൻ്റെ ഫേസിൽ 2 ട്രാൻസ്വേഴ്സ് ലൈൻസ് വരക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കമ്പനി എന്നുള്ള വേർഡ് ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും 2 ലൈന് മാത്രമാണെങ്കിലും അതിനെന്ത് പറയും? ക്രോസിംഗ് ഓഫ് ചെക്ക് എന്നാണ് പറയുക. ക്രോസിംഗ് എന്ന് പറയുന്നത് 2 തരത്തിലാവാം. ഒന്നെങ്കിൽ ഹാൻഡ് റിട്ടൺ ആവാം, നമ്മൾ ഇതേപോലെ വരക്കുന്നതാവാം. അതില്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കി സീൽ അടിക്കുന്നത് പോലെ അടിക്കുന്നതും ആവാന്നുള്ളതാണ് പറയുന്നത്. ക്രോസിംഗ് ഓഫ് ചെക്ക് മീൻസ് ഡ്രോയിങ് അക്രോസ് ദി ഫേസ് ഓഫ് ദി ചെക്ക് ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് വിത്തൗട്ട് ദി വേർഡ്സ് ആൻഡ് കമ്പനി. എന്നുള്ള വേർഡോ ഉൾപ്പെടുത്താതെയോ ഒക്കെ ചെക്കിൻ്റെ മുകളിൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് വരക്കുകയാണെങ്കിൽ അതിനെയാണെന്ന് പറയാം ക്രോസ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അത് ഹാൻഡ് റിട്ടൺ ആവാം, അതല്ലെങ്കിൽ സീൽ വെക്കുന്ന സ്റ്റാമ്പ് വെക്കുന്നതും ആവാന്നുള്ളതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ക്രോസിംഗ് ആണ്. നമ്മളിപ്പോൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ചെക്സ് ആണ്. നമ്മൾ പലതരത്തിലുള്ള ചെക്സ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് പറയുന്നതാണ് ഓപ്പൺ ചെക്കും ക്രോസ്ഡ് ചെക്കും. ഓപ്പൺ ചെക്കും ക്രോസ്ഡ് ചെക്കും. അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് ടൈപ്സ് ഓഫ് ക്രോസിംഗ്. ക്രോസിങ്ങിനെ പ്രധാനമായിട്ടും 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും. ഏതൊക്കെയാണ്? ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും. ഇതിനൊക്കെ പുറമെ തന്നെ അക്കൗണ്ട് പേയി ക്രോസിങ്, നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്, ഡബിൾ ക്രോസിങ് എന്നിങ്ങനെ വേറെയും പറയുന്നുണ്ട്. പക്ഷെ അതിനെ പ്രധാനമായിട്ട് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ക്രോസിംഗ് ഓഫ് ചെക്ക് 2 തരത്തിലാണുള്ളത്. ഒന്നാമത്തതാണ് ജനറൽ ക്രോസിങ്ങും, മറ്റൊന്നാണ് സ്പെഷ്യൽ ക്രോസിങ്ങും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 സെക്ഷൻ 123 ജനറൽ ക്രോസിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്തതാണ് വേർ എ ചെക്ക് ബിയേഴ്സ് അക്രോസ് ഇസ് ഫേസ് ആൻഡ് അഡീഷൻസ് ഓഫ് വേർഡ് ആൻഡ് കമ്പനി ഓർ എനി അബ്രീവിയേഷൻ thereof between 2 parallel transverse lines or 2 parallel transverse lines simply either with or without the word not negotiable, that addition shall be deemed to be a crossing and check shall be deemed to be crossed generally. അതായത് ചെക്കിൽ അതിൻ്റെ ഫേസിൽ 2 ട്രാൻസ്വേഴ്സ് ലൈൻസ് ഉണ്ട്. അതിൽ കമ്പനി ആൻഡ് കമ്പനി എന്നോ അതില്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ എഴുതണമെങ്കിൽ എഴുതുക അല്ലെങ്കിൽ എഴുതാതിരിക്കാം അങ്ങനെയൊന്നും
ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. സാധാരണ കേസിൽ ചെയ്യുന്നത് തന്നെയാണെന്ത് ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. എന്നാൽ സ്പെഷ്യൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ക്രോസിംഗ് എന്താന്ന്, അത് തന്നെയാണ് എന്ത് ശരിക്ക് ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. സെക്ഷൻ 123 ഓഫ് NA ആക്ട് 1881 ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ജനറൽ ക്രോസിങ്ങിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലൈൻസ് ഉണ്ടാവും, ഒന്നെങ്കിൽ 2 ലൈൻസ് ആവും, അല്ലെങ്കിൽ 2 ട്രാൻസ്വേഴ്സ് ലൈൻസ്, അതിൽ കമ്പനി ഉണ്ടാവാം, അതില്ലെങ്കിൽ അതിൻ്റെ കമ്പനി മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ നോൺ നെഗോഷ്യബിൾ എന്നുണ്ടാവും, അല്ലെങ്കിൽ അക്കൗണ്ട് പേ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ എന്താണ് ജനറൽ ക്രോസിംഗ്. 2 പേരെയും അതിലെന്തുണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാം, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ 2 പേരെ മാത്രം വെക്കാം, അതും എന്ത് തന്നെയാണ് ജനറൽ ക്രോസിംഗ് ആണ്. എന്നാൽ സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ മാറ്റം ശ്രദ്ധിക്കണം. വേർ എ ചെക്ക് ബിയേഴ്സ് across his face the addition to the name of a banker with or without the word not negotiable, that addition shall be deemed crossing and check shall be deemed to be crossed specially and crossed to the banker. അതായത് ഈ ക്രോസ് ചെയ്യുന്നതിനിടയിൽ ഏതെങ്കിലും ഈ 2 ട്രാൻസ്ഫേഴ്സ് ലൈൻ ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ പേര് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഫെഡറൽ ബാങ്ക്, അല്ലെങ്കിൽ SBI, അല്ലേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ കനറ ബാങ്ക്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അങ്ങനെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെയാണ് സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയാം. ആ എഴുതിയിൽ വെച്ചതിൽ തന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് നെഗോഷ്യബിൾ ആൻഡ് കമ്പനി. പക്ഷെ എല്ലാത്തിലും എന്തുണ്ടാവും, ഒരു ബാങ്കിൻ്റെ പേരുണ്ടെങ്കിൽ അതിനെയാണ് സ്പെഷ്യൽ ക്രോസിംഗ്. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കണം. ഒരു നോട്ട് നെഗോഷ്യബിൾ എന്നോ, അല്ലെങ്കിൽ അക്കൗണ്ട് പേ ചെയ്യുന്നോ, അല്ലെങ്കിൽ കമ്പനി നോക്കും മാത്രമാണെങ്കിൽ എന്താണ് ജനറൽ ക്രോസിംഗ് ആണ്. എന്നാൽ അവിടെ ഒരു ബാങ്കിൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനാണ് സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 സെക്ഷൻ 124 124 സ്പെഷ്യൽ ക്രോസിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 123 ജനറൽ ക്രോസിങ്ങും 124 എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ക്രോസിങ്ങും ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറൻസസ് പഠിക്കണം. പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെയാണ് ശരിക്കും എന്ത് ഡിഫറൻസ്. ഒരു ബാങ്കിൻ്റെ പേരുണ്ടാവും, അതിൽ ബാങ്കിൻ്റെ പേരുണ്ടാവില്ല എന്നുള്ളതാണ്. എന്നാലും ഒരു 3-4 ഡിഫറൻസസ് പറയുന്നുണ്ട്. നോക്കിക്കോ. 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് ആർ എസെൻഷ്യൽ ഇൻ ജനറൽ ക്രോസിംഗ്. 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് എന്താണ് ആവശ്യമാണ് ഒരു ജനറൽ ക്രോസിംഗിൽ. ദീസ് ആർ നോട്ട് എസെൻഷ്യൽ ഇൻ സ്പെഷ്യൽ ക്രോസിംഗ്. സ്പെഷ്യൽ ക്രോസിംഗിൽ 2 പാരലൽ ലൈന് വേണം നിർബന്ധമല്ല. ഒരു ബാങ്കിൻ്റെ പേര് മാത്രം എഴുതിയാലും മതി. ബാങ്കിൻ്റെ പേര് മാത്രം എഴുതിയാലും എന്തായി, അത് സ്പെഷ്യൽ ക്രോസിംഗ് ആയി. എന്നാൽ 2 ട്രാൻസ്വേഴ്സ് ലൈൻസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ എന്തായി, അത് ജനറൽ ക്രോസിംഗ് ആണ്. അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് ജനറൽ ക്രോസിംഗ് നിർബന്ധമാണ്, ട്രാൻസ്വേഴ്സ് ലൈൻസ്. എന്നാൽ സ്പെഷ്യൽ ക്രോസിങ്ങിന് ഒരു ബാങ്കിൻ്റെ പേരുണ്ടായാൽ മാത്രം മതി, അതെന്തായി മാറും, അതൊരു സ്പെഷ്യൽ ക്രോസിംഗ് ആയി മാറും എന്നുള്ളതാണ്. ബാങ്കിൻ്റെ പേരുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് ലൈൻസിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നതാണ് ദ വേർഡ്സ് ആൻഡ് കമ്പനി. ഈ ആൻഡ് കമ്പനി എന്നുള്ള വേർഡ് മേ ഓർ മേ നോട്ട് ബി റിട്ടൺ ഇൻ ജനറൽ ക്രോസിംഗ്. ജനറൽ ക്രോസിംഗിൽ ആൻഡ് കമ്പനി ഒന്നെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എഴുതാതിരിക്കാം. നമുക്കറിയാം 2 ട്രാൻസ്വേഴ്സ് ലൈൻ മാത്രം വരച്ചാൽ തന്നെ എന്തായി, ജനറൽ ക്രോസിംഗ് ആയി. എന്നാൽ ദീസ് വേർഡ്സ് ആർ നോട്ട് റിട്ടൺ ഇൻ സ്പെഷ്യൽ ക്രോസിംഗ്. സ്പെഷ്യൽ ക്രോസിംഗ് എന്ത് ചെയ്യൂല, ഈ വേർഡ് എഴുതൂല. ആൻഡ് കമ്പനി എന്നുള്ള വേർഡ് എഴുതൂല, സ്പെഷ്യൽ ക്രോസിംഗിൽ എഴുതൂല. മൂന്നാമതാണ് ഇൻ ജനറൽ ക്രോസിംഗ് ദ നെയിം ഓഫ് ദി കളക്റ്റിംഗ് ബാങ്കർ ഈസ് നോട്ട് റിട്ടൺ ഓൺ ദി ഫേസ് ഓഫ് ദി ചെക്ക്. നമുക്കറിയാം ജനറൽ ക്രോസിംഗിൽ എന്ത് ചെയ്യൂല, ഇയാൾ ഈ ഒരു ബാങ്കിൻ്റെ പേര് എന്ത് ചെയ്യൂല, എഴുതില്ല, അല്ലേ. ബാങ്കിൻ്റെ പേര് എഴുതുന്നതാണല്ലോ സ്പെഷ്യൽ ക്രോസിംഗ് പറയുന്നത്. അപ്പോൾ അടുത്ത ഡിഫറൻസ്. ബട്ട് ഇൻ സ്പെഷ്യൽ ക്രോസിംഗ് ദ നെയിം ഓഫ് ദി കളക്റ്റിംഗ് ബാങ്കർ ഈസ് റിട്ടൺ ഓൺ ദി ഫേസ് ഓഫ് ചെക്ക്. കളക്റ്റിംഗ് ബാങ്കറുടെ പേര് എന്ത് ചെയ്യും, ഈ ഒരു ചെക്കിൽ അല്ലെങ്കിൽ 2 ലൈൻസ് ഇടയിൽ, അല്ലെങ്കിൽ ലൈൻസ് ഇല്ലാതെ വരക്കാതെ തന്നെ ബാങ്കിൻ്റെ പേര് അവിടെ എഴുതുന്നതാണ്. മറ്റൊന്നാണ് ഇത് എമൗണ്ട് ജനറലി ക്രോസർ ചെക്ക് ക്യാൻ ബി പെയ്ഡ് ടു എനി ബാങ്കർ. അതായത് ജനറലി ക്രോസർ ചെക്ക് ഏത് ബാങ്കർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. പക്ഷേ സ്പെഷ്യൽ ക്രോസർ ചെക്കിന് ഏത് ബാങ്കിന് മാത്രമേ പറ്റുള്ളൂ, ഏത് ബാങ്കിൻ്റെ പേരാണോ അവിടെ എഴുതിയിട്ടുള്ളത് ആ ബാങ്കിന് മാത്രമേ അവിടെ പേയ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ എന്നാണ്. ദി എമൗണ്ട് ഓഫ് ദി സ്പെഷ്യലി ക്രോസർ ചെക്ക് ക്യാൻ ബി പെയ്ഡ് ഓൺലി ടു ദി ബാങ്കർ നെയ്മഡ് ഇൻ ദി ക്രോസിംഗ്. ക്രോസിംഗിൽ എന്ത് ബാങ്കിൻ്റെ പേരാണ് ഇത്, ആ ബാങ്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിന് പേയ്മെൻറ്റ് കൊടുക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ജനറൽ ക്രോസിംഗ് അത്ര സേഫ് അല്ല, സ്പെഷ്യൽ ക്രോസിംഗ് കൂടുതൽ സേഫ് ആണെന്നുള്ളതാണ് 5ാമത്തെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ 5 ഡിഫറൻസസ് ആണ് ഈ ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും പറഞ്ഞത്. ഒന്നാമത് പറയുന്നത് ട്രാൻസ്വേഴ്സ് ലൈൻസ് ഏതിന് നിർബന്ധമല്ല, സ്പെഷ്യൽ ക്രോസിംഗ് നിർബന്ധമല്ല. ജനറൽ ക്രോസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രാൻസ്വേഴ്സ് ലൈൻസ്
വരക്കാവുന്നതാണ്. അതേപോലെ ആൻഡ് കമ്പനി എന്നുള്ളത്, ആൻഡ് കമ്പനി എന്നുള്ള വേർഡ് ജനറൽ ക്രോസിംഗ് മാത്രമേ ഉപയോഗിക്കുള്ളൂ, സ്പെഷ്യൽ ക്രോസിംഗിൽ ഉപയോഗിക്കില്ല. മൂന്നാമത്തത് ക്രോസിംഗ് നെയിം ഓഫ് ദി ബാങ്ക് നമ്മൾ എയിൽ എഴുതൂല, ജനറൽ ക്രോസിംഗിൽ എഴുതൂല. എന്നാൽ സ്പെഷ്യൽ ക്രോസിംഗ് എന്ത് ചെയ്യും, ആ ഏത് ബാങ്കാണോ എങ്കിൽ ആ ബാങ്കിൻ്റെ പേര് അവിടെ എഴുതും. ഏത് ബാങ്കിലൂടെയാണ് ക്യാഷ് കൊടുക്കേണ്ടതെങ്കിൽ അവരെ ബാങ്കിൻ്റെ പേര് എഴുതും. മറ്റൊന്നാണ് ഏത് ബാങ്കർക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നതാണ് ഏത് ജനറൽ ക്രോസിംഗ്. എന്നാൽ സ്പെഷ്യൽ ക്രോസിംഗ് ഏത് ബാങ്കിൻ്റെ പേരാണോ എഴുതിയിട്ടുള്ളത് ആ ബാങ്കിന് മാത്രമേ പേയ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. അഞ്ചാമത്താണ് ഇത് ഇത്ര സേഫ് അല്ല ജനറൽ ക്രോസിംഗ്, എന്നാൽ അതിനേക്കാൾ സേഫാണ് ഏത് സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ക്രോസിംഗ് ആണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചെക്ക് നമ്മൾ ട്രാൻസ്ഫേഴ്സ് ലൈൻ വരച്ചിട്ട് അതിന് നോട്ട് നെഗോഷ്യബിൾ അതിൻ്റെ നടുക്ക് ഇതാണ് 2 ലൈൻ വരച്ചിട്ടേ അതിന് നടുക്ക് നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ചെക്ക് നെഗോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, നെഗോഷ്യബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എന്ത് ചെയ്യണം, ഒരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, മിയർ ഡെലിവറി എൻഡോസ് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ ബാക്കിൽ സൈൻ ചെയ്തുകൊണ്ട്, ചെക്കിൻ്റെ ബാക്കിൽ സൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നോട്ട് നെഗോഷ്യബിലിറ്റി ഇല്ല എന്നുള്ളതാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ജനറൽ ഓർ സ്പെഷ്യൽ ക്രോസിംഗ്. ഇതൊന്നെങ്കിൽ ജനറൽ ക്രോസിംഗിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ സ്പെഷ്യൽ ക്രോസിംഗിൽ ഉൾപ്പെടുത്താം. ഇൻക്ലൂഷൻ ഓഫ് ദീസ് വേർഡ്സ് ഇൻ ക്രോസിംഗ് ഹാസ് ഗ്രേറ്റ് പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ്. നോട്ട് നെഗോഷ്യബിൾ ഡസ് നോട്ട് മീൻ നോട്ട് ട്രാൻസ്ഫറബിൾ. നോൺ നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നല്ല, ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷെ എന്താണ് അവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ ട്രാൻസ്ഫർ ബട്ട് ഇറ്റ് ഓൺലി ടേക്സ് അവേ നെഗോഷ്യബിലിറ്റി ഓഫ് ചെക്ക്. നെഗോഷ്യബിലിറ്റി മീൻസ് ട്രാൻസ്ഫറബിലിറ്റി, മിയർ ഡെലിവറി ആൻഡ് എൻഡോസ്മെന്റ് പ്ലസ് ട്രാൻസ്ഫറബിലിറ്റി ഫ്രീ ഫ്രം ഡിഫക്ട്സ്. എൻഡോസ്മെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുമ്പോൾ നെഗോഷിയേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതുന്നതാണ് എന്ത് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ഫർ ചെയ്യാം, നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, എൻഡോസ്മെൻറ്റ് വേണം എന്നുള്ളതാണ് അതിന് അർത്ഥമാക്കുന്നത്. മറ്റൊന്നാണ് അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ദ പേയി അക്കൗണ്ട് മേ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ജനറൽ സ്പെഷ്യൽ ക്രോസിംഗ്. This type of crossing is further protection to a check. It is a direction to collecting banker that he should collect the check for benefit of payee only, nobody else. പേയുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രമേ ഈ ചെക്ക് കളക്ട് ചെയ്യാൻ പാടുള്ളൂ, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അത് കളക്ട് ചെയ്യാൻ പാടില്ല. അതായത് അതിൽ ഒരു പേര് എഴുതിയിട്ടുണ്ടാവും, അതിലൊരു പേര് അയാൾക്ക് മാത്രം വേണ്ടിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ചെക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് എൻഡോസ് ചെയ്യാനോ ഒന്നും ഇത് പറ്റില്ല എന്നുള്ളതാണ് അക്കൗണ്ട് പേയി ക്രോസ് എന്ന് പറയുന്നത്. അതായത് ആ പേയുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് വേറൊരാൾക്ക് എൻഡോസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഇപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് പേയി ക്രോസ് ചെയ്തൊരു ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത്, ഇപ്പോൾ SBIയുടെ ചെക്കാണെങ്കിൽ ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി കൊടുത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ആക്കി മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് വേറൊരാൾക്ക് എൻഡോസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് കൗണ്ടറിലൂടെ ക്യാഷ് തരില്ല. ഏറ്റവും പ്രൊട്ടക്ഷനുള്ള ചെക്ക് ഏതാ വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, അക്കൗണ്ട് പേയി ക്രോസ്ഡ് ചെക്ക് തന്നെയാണ്. ഓക്കെ, അടുത്താണ് ഡബിൾ ക്രോസിങ്. ഡബിൾ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രാവശ്യം അത് ക്രോസ് ചെയ്തിട്ടുണ്ട്, അതിന് പുറമെ വീണ്ടും ഒരു ക്രോസ് കൂടി ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പറയുക ഡബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഡബിൾ ക്രോസിംഗ് മീൻസ് എ ക്രോസിംഗ് എ ചെക്ക് സ്പെഷ്യലി ടു മോർ ദാൻ വൺ ബാങ്കർ. അതായത് ഒരു ബാങ്കിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രോസ് ചെയ്തിട്ടുണ്ടാവും. എ ചെക്ക് കനോട്ട് ഹാവ് ഡബിൾ ഓർ സ്പെഷ്യൽ ക്രോസിംഗ് ബിക്കോസ് ദി വെരി പർപ്പസ് ഓഫ് ഫസ്റ്റ് ക്രോസിംഗ് ഈസ് ഡിഫീറ്റഡ് ബൈ സെക്കൻഡ് ക്രോസിംഗ്. ആദ്യത്തെ ക്രോസിംഗ് എന്താ, അത് ഡിഫീറ്റ് ചെയ്യുന്നുള്ളതാണ്. അതായത് ഒരു ചെക്കിന് തന്നെ ഒന്നിനേക്കാൾ കൂടുതൽ ബാങ്കർ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, ഡബിൾ ക്രോസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് ഒബ്ലിറ്ററേറ്റിംഗ് എ ചെക്ക്. ഒബ്ലിറ്ററേറ്റിംഗ് എ ചെക്ക് എന്ന് പറയുന്നത് എറേസിംഗ് ദി ക്രോസിംഗ് ഓഫ് ചെക്ക് ആണ്. അതായത് നമ്മൾ ക്രോസ് ചെയ്തത് എന്ത് പറയുക, എറേസ് ചെയ്യണം, അതായത് മായ്ച്ച് കളയുകയാണ്. നമ്മൾ 2 ട്രാൻസ്ഫേഴ്സ് ലൈൻ വരച്ചു, ആ 2 ട്രാൻസ്ഫേഴ്സ് ലൈൻസ് അക്കൗണ്ട് പേ ചെയ്ത് നമ്മൾ മായ്ച്ച് കളയുകയാണെങ്കിൽ അതിനെയാണ് ഒബ്ലിറ്ററേറ്റിംഗ് എ ക്രോസിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത്. സംടൈംസ് ദ ക്രോസിംഗ് ഓഫ് ചെക്ക് ഈസ് എറേസ്ഡ് ബൈ എ ഡിസോണസ്റ്റ് പേഴ്സൺ. സച്ച് obliteration may be made so cleverly as make it difficult for paying banker to detect and subsequently make payment of check at the counter. അപ്പോൾ എന്താണ്, ചെക്കിൽ എന്ത് ചെയ്യാണ്, നമ്മൾ എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ ക്രോസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എറേസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്താ പറയുക, ഒബ്ലിറ്ററേറ്റിംഗ് എ ചെക്ക് എന്ന് പറയാം. മറ്റൊന്നാണ് ഓപ്പണിംഗ് ഓഫ് ചെക്ക്.
ഓപ്പണിംഗ് ഓഫ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് ചെയ്തു, ഒരു ഹോൾഡർ ഒരു ചെക്ക് ക്രോസ് ചെയ്തു, അതിനുശേഷം ഈ ഹോൾഡർക്ക് തോന്നുകയാണ് ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ക്രോസ് ചെയ്യേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പേ ക്യാഷ് എന്ന് എഴുതി അദ്ദേഹം തന്നെ സൈൻ ചെയ്താൽ ആ ക്രോസ് ചെയ്തത് എന്തായി, ഒഴിവായി. അതിന്മേൽ എന്ത് ചെയ്യണം, അയാൾ പേ ക്യാഷ് എന്ന് എഴുതി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോൾഡർ തന്നെ എഴുതണം. പേ ക്യാഷ് എഴുതി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അതിനെ ക്രോസ് ചെയ്തത് ഓപ്പണായി. അതിനാണ് ഓപ്പണിംഗ് ഓഫ് ചെക്ക് എന്ന് പറയുന്നത്. ഇഫ് ദ ക്രോസിംഗ് ഓൺ ദി ചെക്ക് ഈസ് ക്യാൻസൽഡ് ഇറ്റ് ഈസ് കാൾഡ് ഓപ്പണിംഗ് ഓഫ്. അതായത് ക്രോസിംഗ് ചെക്ക് ക്യാൻസൽ ചെയ്യുന്നതിനാണ് ഓപ്പണിംഗ് ഓഫ് ചെക്ക് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ബിക്കം ഓപ്പൺ ചെക്ക്. ഡ്രോവർ എലോൺ ഹാസ് റൈറ്റ് ടു ക്യാൻസൽ ദി ക്രോസ്. ആർക്ക് മാത്രമേ പറ്റുള്ളൂ, ഡ്രോവർക്ക്. ആരാണ് ചെക്ക് എഴുതിയത് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്രോസ് ചെയ്ത ചെക്കിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് എഴുതേണ്ടത്. അതിന് വേണ്ടി എന്ത് ചെയ്യും, പേ ക്യാഷ് ആൻഡ് പുട്ടിങ് ഈസ് സിഗ്നേച്ചർ. പേ ക്യാഷിന് എഴുതും, എന്നിട്ട് എന്ത് ചെയ്യും, സൈൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചത് ക്രോസിംഗ് എന്നാണ്. ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കിനെ 2 തരത്തിലാവാം. ഒന്നെങ്കിൽ ഓപ്പൺ ചെക്കാവാം, അല്ലെങ്കിൽ ക്രോസ് ചെക്കാവാം. അതായത് നമ്മൾ കൗണ്ടറിലൂടെ നമുക്ക് ക്യാഷ് തരുന്നതാണ് ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്. ഇനി അതല്ല, നമ്മുടെ അക്കൗണ്ട് മുഖാന്തരം മാത്രമേ ക്യാഷ് തരുന്നുവെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ക്രോസർ ചെക്ക് എന്ന് പറയുന്നത്. ക്രോസർ ചെക്ക് പല തരത്തിലുണ്ട്. ക്രോസർ ചെക്ക് ജനറൽ ക്രോസിംഗ് ഉണ്ട്, സ്പെഷ്യൽ ക്രോസിംഗ് ഉണ്ട്. അതായത് 2 ട്രാൻസ്ഫേഴ്സ് ലൈൻസ് മാത്രമോ, അല്ലെങ്കിൽ കമ്പനി ട്രാൻസ്ഫർ ലൈൻ വിത്ത് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, കമ്പനി എന്നുള്ള വേർഡ് എഴുതുകയോ, അതിലേക്ക് നോട്ട് നെഗോഷ്യബിൾ എന്നോ അല്ലെങ്കിൽ അക്കൗണ്ട് പേ എന്നൊക്കെ തന്നെ അതൊക്കെ എന്താണ്, ജനറൽ ക്രോസ്ഡ് ചെക്കാണ്. സ്പെഷ്യൽ ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ഫേഴ്സ് ലൈൻസിൻ്റെ ഉള്ളിൽ ഒരു ബാങ്കിൻ്റെ പേരുണ്ടാവും. അതിലേക്ക് ട്രാൻസ്ഫേഴ്സ് ലൈൻ ഇല്ലാതെ ഒരു ബാങ്കിൻ്റെ പേര് മാത്രം എഴുതിയിട്ടുണ്ടാവും. അതാണെന്ത്, സ്പെഷ്യൽ ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ആണ്. അതായത് ചെക്ക് നെഗോഷിയേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ചെക്കിനെയാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. അതാണ് അക്കൗണ്ട് പേയി ക്രോസിംഗ്. അതായത് ആ പേയിക്ക് മാത്രം, ആ പേയുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. വേറെ ആൾക്ക് ഇൻഡ്യൂസ് ചെയ്യാനൊന്നും പറ്റാത്ത ചെക്കാണ് അക്കൗണ്ട് പേയി ചെക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഒരു ബാങ്കിനേക്കാൾ കൂടുതൽ ബാങ്കുകൾ ക്രോസ് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് ഡബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഒബ്ലിറ്ററേറ്റിംഗ് ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് ചെയ്തത് എറേഴ്സ് മായ്ച്ച് കളയുകയാണെങ്കിൽ, തെറ്റായ പ്രവൃത്തിയാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. അതിനാണ് ഒബ്ലിറ്ററേറ്റിംഗ് ക്രോസിംഗ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഓപ്പണിംഗ് എ ക്രോസിംഗ്. ഓപ്പണിംഗ് എ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോവർ പേ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്മേ ക്രോസ് ചെയ്ത് ചെക്കുമ്പോൾ സൈൻ ചെയ്യുകയാണെങ്കിൽ, അതായത് ആദ്യം ക്രോസ് ചെയ്ത് പിന്നെ തോന്നുന്നത് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ പേ ക്യാഷ് എഴുതി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറി, അത് ഓപ്പണിംഗ് ഓഫ് ചെക്കായി മാറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ക്രോസിംഗ് ഓഫ് ചെക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.